ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രിസ്മസ് പ്ലം കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഞാൻ വർഷങ്ങൾ കൊണ്ട് സെയിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ പുറത്ത് സൂക്ഷിക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനാദ്യം പ്ലം മസാല തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ജാതിക്ക, ചെറിയൊരു കഷ്ണം ജാതിപത്രി, കുറച്ച് ഗ്രാമ്പു ഒരു 20-25 മതിയാവും. അതുപോലൊരു 4-5 കഷ്ണം പട്ട, ഒരു 10-15 ഏലക്ക. ഇത്രയും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പ്ലം കേക്കിനും ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിങ്ങിനും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെ സോക്ക് ചെയ്യാമെന്ന് നോക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മിക്സഡ് ഫ്രൂട്ട് ജാം 100 ഗ്രാം, ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇത് നന്നായി മെൽറ്റായി വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറി 200 ഗ്രാം, ടൂട്ടി ഫ്രൂട്ടി 200 ഗ്രാം, ഓറഞ്ച് പീല് 50 ഗ്രാം, ജിഞ്ചർ പീല് 50 ഗ്രാം, ഡേറ്റ്സ് 200 ഗ്രാം, സീഡ്ലെസ് മുന്തിരി 200 ഗ്രാം, ചെറി 200 ഗ്രാം. ഇത്രയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇതൊരു 10-15 മിനിറ്റ് ഇതിൽ നന്നായി മിക്സായി വരണം. അപ്പോൾ ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഒത്തിരി ഡ്രൈ ആവാണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇത് നന്നായി തണുത്ത് വരുമ്പോൾ ഇല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിപ്പോവും. ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്കൊരു 1.5 കപ്പ് വൈൻ കൂടി ചേർത്ത് കൊടുക്കാം. വൈൻ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഇവിടെ പൈനാപ്പിൾ വൈനാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാനൊരു 1.5 കപ്പ് പൈനാപ്പിൾ വൈനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ് ജാറിൽ മാറ്റി വയ്ക്കാം. ഇത് വെച്ച് പ്ലം കേക്ക് ചെയ്യുന്ന വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.